നമസ്കാരം. ഐഡിയൽ എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ എക്സലില് കുറച്ച് സംഖ്യകളുടെ സമ്മ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ചെയ്യുക, ഏതിൻ്റെയാണോ നമുക്ക് കാണേണ്ടത് ആ സെല്ലുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒന്നുകിൽ ഓട്ടോ സമ്മ് നമുക്ക് ക്ലിക്ക് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ സം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ റേഞ്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എൻ്റർ അടിച്ചാൽ അതിൻ്റെ ടോട്ടൽ വരേണ്ടതാണ്. അപ്പം ഞാനിവിടെ സം എന്ന് പറഞ്ഞിട്ട് ഞാനിതിൽ ടോട്ടൽ കാണാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ ഞാൻ അടിച്ചു കൊടുക്കണം ഈക്വൽ ടു സം ഓഫ് ഈ സെല്ലിൽ ഈ കോളത്തിൻ്റെയാണ് എനിക്ക് സമ്മ് കാണേണ്ടത്. അപ്പം ഞാൻ അത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുകയാണ്. ഒന്നുകിൽ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് എൻഡിൽ ക്ലിക്ക് ചെയ്താലും മതി. എങ്ങനെയായാലും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുമ്പോൾ ഇത്രയും ഫിഗേഴ്സ് ഉണ്ടായിട്ട് പോലും സമ്മിൻ്റെ അവിടെ നമുക്ക് 0 ആണ് വന്നത്. പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ പറ്റുന്നതായിട്ട് കാണാം. അപ്പം ഈ വാല്യൂസിനെ എല്ലാം നമ്പേഴ്സ് ആക്കി എങ്ങനെയാണ് നമ്മൾക്ക് ഇതിൻ്റെ ടോട്ടൽ കാണുക, അല്ലെങ്കിൽ ഈ വാല്യൂസിനെ എല്ലാം എങ്ങനെയാണ് നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമ്മ് നമുക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം ഇതെല്ലാം ടെക്സ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു നമ്പർ കാണുമ്പോൾ അത് ടെക്സ്റ്റ് ആയിട്ടാണോ ട്രീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം കൗണ്ട് എന്നാണ് കാണുന്നത്. നമ്മൾ സെലക്ട് ചെയ്യണതിൻ്റെ സമ്മായിട്ടല്ല. സാധാരണ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ സം എന്നുള്ള ഓപ്ഷനാണ് വരിക, അതായത് സ്റ്റാറ്റസ് ബാറിൽ സം എന്നുള്ള ഓപ്ഷനാണ് വരിക. പക്ഷേ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൗണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് നമ്പേഴ്സുകൾ അടിച്ചിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഞാൻ കുറച്ച് നമ്പേഴ്സ് അടിച്ചു. ഇത് ഞാൻ സെലക്ട് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ആവറേജ്, കൗണ്ട്, സമ്മ്, ഇങ്ങനെ 3 ഓപ്ഷനുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാം. അതേസമയം ഈ സെല്ലിലെ വാല്യൂസ് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കൗണ്ട് എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫോർമാറ്റ് സെല്ലിൽ പോയിട്ട് നമ്പർ എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം ഡെസിമൽ പ്ലേസ് വേണമെങ്കിൽ ഡെസിമൽ പ്ലേസ് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് 0 ആക്കിയാൽ ഡെസിമൽ പ്ലേസ് ഉണ്ടാവില്ല. അതിനുശേഷം ഓക്കെ കൊടുത്താൽ ഇത് നമ്പറായിട്ട് മാറേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റിനെ നമ്പറാക്കി മാറ്റിയിട്ട് പോലും ഇവിടെ കൗണ്ട് എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം ഈ സെല്ലിലെ വാല്യൂസ് ഒന്നും നമ്പറായിട്ട് കൺവേർട്ട് ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെയ്യുക എന്താണ്, വീണ്ടും ഒന്നുകിൽ ഈ വാല്യൂസ് മുഴുവൻ എൻ്റർ ചെയ്ത് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്കുള്ള വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം പോയിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് നമ്പറായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പം ഇപ്പം നമ്മൾ സെലക്ട് ചെയ്താൽ കാണാം ഇവിടെ സമ്മ് വന്നിരിക്കണം കാണാം. അതായത് ഇതെല്ലാം ഫോർമാറ്റ് സെല്ല് കൊടുത്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്പറായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സമ്മ് നമുക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെ കുറേ വാല്യൂസ് ഉള്ളതിനെ നമുക്ക് ഇതുപോലെ ഓരോ സെല്ലിലും പോയി ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പോൾ അതിനുള്ള എളുപ്പ വഴിയാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. നമുക്ക് വേണ്ട സെല്ലുകൾ നമ്മൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് എൻഡിൽ ഷിഫ്റ്റും ഞെക്കിയിട്ട് ക്ലിക്ക് ചെയ്താൽ സെലക്ഷൻ ആവും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെങ്കിൽ ഡാറ്റ എന്ന മെനുവിലേക്ക് പോവുക. ഡാറ്റ മെനുവിൽ ടെക്സ്റ്റ് ടു കോളം എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, നേരെ ഫിനിഷ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ നമ്മളൊരു സിംഗിൾ കോളമാണ് സെലക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഫിനിഷ് എന്നുള്ള ഓപ്ഷനിലേക്ക് നേരിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഇവിടെ ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ സമ്മ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇക്വേഷൻ കൊടുത്തതിലും സമ്മ് വന്നിട്ടുണ്ട്. ഇതിനെ ഞാനൊന്ന് വലിച്ചിടുകയാണ്. അപ്പോൾ നോക്കുക, ഈ നമ്മൾ കൺവേർട്ട് ചെയ്യാത്ത കോളത്തിലെല്ലാം 0 എന്നുള്ള വാല്യൂ ആണ് വന്നത്. കാരണം ഇവിടെ ആഡ് ചെയ്യാനൊന്നുമില്ല, ഇതെല്ലാം ടെക്സ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സെലക്ട് ചെയ്യുക, സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് എൻഡിൽ കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ മതി. ടെക്സ്റ്റ് ടു കോളം ക്ലിക്ക് ചെയ്യുക, ഫിനിഷ് കൊടുക്കുക. കണ്ടോ, ഫോർമാറ്റ് സെല്ലിൻ്റെ ആവശ്യം പോലും ഇല്ല. ഫോർമാറ്റ് സെല്ലിൽ പോയിട്ട് നമ്പറായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ടെക്സ്റ്റ് ടു കോളം എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് നമ്പറായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ടോട്ടൽ വന്നു.
അപ്പോൾ എങ്ങനെയാണ് എക്സലില് ടെക്സ്റ്റ് ഫോർമാറ്റിൽ കിടക്കുന്ന വാല്യൂസിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എളുപ്പമാർഗം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.